ഇത് ഞാൻ ഈ പറഞ്ഞ സീക്രട്ട് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ല. മനസ്സിലായി? പുള്ളിക്കാരൻ ഇപ്പോൾ റീസെന്റ് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറ് പോലും ഇല്ല. ഹായ് ഗായ്സ്, അഖിൽ ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ ഡോക്ടർ റോബിൻ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഡോക്ടർ റോബിൻ പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ചില കാര്യങ്ങൾ നമ്മൾ എന്തായാലും കേട്ടതാണ്. കാരണം സീക്രട്ട് ഏജന്റ് ഫോൺ വിളിച്ചാൽ പോലും ഞാൻ ഫോൺ എടുക്കാറില്ല എന്നാണ് പറയുന്നത്. ഇപ്പം വലിയ രീതിയിലല്ല ഒരു ബന്ധത്തിലല്ല ഇരിക്കുന്നതെന്നാണ് നമ്മുടെ ഡോക്ടർ റോബിൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ റോബിൻ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സായി എയറിലാണ്. അതായത് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശവും കഴിഞ്ഞ് അങ്ങ് ഏതൊക്കെയോ ഗാലക്സിയിൽ എത്തിയെന്നാണ് സായി തന്നെ പറയുന്നത്. നമുക്കും അറിയാം. കാരണം നിമിഷ നേരം കൊണ്ട് പല പല ട്രോളുകളാണ് പുള്ളിയെ കുറിച്ച് ഇറങ്ങുന്നത്. പുള്ളി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ട്രോൾ ഇറങ്ങും. അങ്ങനെ പുള്ളി എയറിലാണ്. എയറിൽ നിന്ന് ഇപ്പം താഴെ വന്നിട്ടില്ല ഇതുവരെയും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ പുതിയൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് പുള്ളി വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സീക്രട്ട് ഏജന്റിനെ കുറിച്ച്. കാരണം സീക്രട്ട് ഏജന്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ വലിച്ചു കീറിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാരണം എന്നെ വിറ്റ് കൂടുതൽ അരി മേടിച്ചിട്ടുള്ള സീക്രട്ട് ഏജന്റ് എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. അപ്പം ഡോക്ടർ റോബിൻ എന്താണ് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറഞ്ഞതെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. റോബിന്റെ ആ സീസണിൽ ബിഗ് ബോസിൽ നിന്ന സമയത്ത് എനിക്കൊന്ന് പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന സീക്രട്ട് ഏജന്റ് ആയിരിക്കും. ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. രീതിയിൽ ഞാൻ പറയുന്നു, പുള്ളിക്കാരനെ വിടുക. മനസ്സിലായില്ല? ആരെയും സൈബർ അറ്റാക്ക് ചെയ്യേണ്ട. ഇത് ഞാൻ ഈ പറഞ്ഞ സീക്രട്ട് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ല. മനസ്സിലായി? പുള്ളിക്കാരൻ ഇപ്പോൾ റീസെന്റ് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറ് പോലും ഇല്ല. എന്നാൽ ആ ഒരു സൈബർ അറ്റാക്ക് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. പുള്ളിക്കാരൻ ചെയ്തതിൻ്റെ ഇത് കാരണം ആയിരിക്കും പുള്ളിക്കാരൻ കിട്ടുന്നത്. കാരണം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അതിൻ്റെ വിഷമമാണ്. ഞാൻ ഇപ്പം പലരും ചോദിക്കും അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നാലും ചില സമയത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ 2 വാച്ച് കെട്ടിയപ്പോൾ പ്രശ്നമായിരുന്നു. രജനീകാന്ത് 4 വാച്ച് കെട്ടിയപ്പോൾ പ്രശ്നമില്ല അല്ലേ? അപ്പൊ ഇതാണ് സംഭവം. നമ്മളെ ഡോക്ടർ റോബിൻ എത്രയും ഉപദ്രവിച്ചിട്ട് കൂടെ ഡോക്ടർ റോബിൻ ഇപ്പം പറയുന്നത് സീക്രട്ട് ഏജന്റ് ഇപ്പം ഭയങ്കരമായിട്ട് എയറിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം നമ്മൾ അയാളെ വെറുതെ വിടുക എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണേട്ടനെ വെറുതെ വിടുക, സായിനെ വെറുതെ വിടണമെന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഡോക്ടർ റോബിനെ അത്രയധികം വലിച്ചു കീറിയിട്ടും ഡോക്ടർ റോബിൻ ഇപ്പം പറയാണ് ഞാൻ പുള്ളിയായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ഇനി പുള്ളിയെ ഉപദ്രവിക്കേണ്ട, പുള്ളിയെ വെറുതെ വിടുക. കാരണം എനിക്കും സൈബർ ബുള്ളിങ് ഒക്കെ നേരിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ വിഷമം അറിയാം. അതുകൊണ്ട് സായി കൃഷ്ണനെ വെറുതെ വിടണമെന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. അയാൾ പുള്ളിയുടെ വഴിക്ക് അങ്ങ് പോട്ടെ, പുള്ളി ഈ സൈബർ ബുള്ളിങ് ആയിട്ട് ഇനി ആരും സൈബർ ബുള്ളിങ് ചെയ്യരുത് എന്നാണ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഡോക്ടർ റോബിന്റെ അടുത്ത് നിന്ന് വന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ റോബിൻ ഒരു കാര്യം കൂടെ പറഞ്ഞത് എല്ലാവരും ഞെട്ടിച്ചു. കാരണം സീക്രട്ട് ഏജന്റ് വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എന്തായാലും സീക്രട്ട് ഏജന്റ് ഇതുവരെയ്ക്കും താഴെ ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും എയറിൽ തന്നെയാണ്. പല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ട്രോളർമാരെടുത്ത് ട്രോളാണ്. അതിന് നല്ല വ്യൂസും ഉണ്ട്. സീക്രട്ട് ഏജന്റ് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ബിഗ് ബോസിൽ ചില കാര്യങ്ങൾ, അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ജയിലിൽ പോകും, ഞാൻ പറയേണ്ടതെല്ലാം പറയും, ഞാൻ അടിയുണ്ടാക്കും, ഞാൻ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞ് പോയതുകൊണ്ടാണ് പുള്ളി ഇത്രയും സൈബർ ബുള്ളിങ്, സോഷ്യൽ മീഡിയ കൂടെ സൈബർ ബുള്ളിങ് നേരിടുന്നത്. നമ്മൾ കണ്ടാണ് ഡോക്ടർ റോബിനെ കുറിച്ച് നിറയെ വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. ഡോക്ടർ റോബിനെ വിറ്റ് കാശാക്കി അരി മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അരിയണ്ണൻ എന്ന പേര് തന്നെ വീണത് ആ ഒരു സംഭവത്തിലൂടെയാണ്. എന്നിട്ടും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് ഇപ്പം പുള്ളി വിട്ടു. എനിക്കറിയാം ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, ഞാനും ഇതുപോലെ അനുഭവിച്ചുള്ളതാണ്. അതുകൊണ്ട് സീക്രട്ട് ഏജന്റ് വെറുതെ വിടണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കാണ് ഡോക്ടർ റോബിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു അവരൊക്കെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണെന്ന്, പക്ഷെ അതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞു പുള്ളി ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല എന്ന്. അപ്പൊ അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല അവരുടെ ഇടയിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ അടുത്തായിട്ട്, അതായത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞൊന്ന് 2 ദിവസമായിട്ടുള്ളൂ പബ്ലിഷ് ചെയ്തിട്ട്. അപ്പം നമ്മൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുവരെയും. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിൽക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. താങ്ക് യു.